ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 15-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണെന്ന്. സ്വയോന്മുഖത എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. സഭാചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സാർവത്രിക സൂനക ദിവസമാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ. വിശുദ്ധ ജോൺ 23-ാം മാർപ്പാപ്പയുടെ ഭരണകാലത്ത് ആരംഭിച്ച ആ സൂനകദോസ് അതിനിടയ്ക്ക് വെച്ച് അദ്ദേഹം മരിച്ചതുകൊണ്ട് വിശുദ്ധ പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ ഭരണകാലത്താണ് സമാപിച്ചത്. 1962 ഒക്ടോബർ 11 മുതൽ 1965 ഡിസംബർ 8 വരെ ഏകദേശം 3.5-4 വർഷത്തോളം നീണ്ടുനിന്ന ആ മഹാസമ്മേളനത്തിൽ 2635 മെത്രാന്മാരും 500 ദൈവശാസ്ത്ര വിദഗ്ധന്മാരും പങ്കെടുക്കുകയുണ്ടായി. 4 വർഷത്തോളം തുടർച്ചയായി വത്തിക്കാനിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച അവർ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശുദ്ധ ബൈബിളിൻ്റെയും സഭാ പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ ക്രോഡീകരിക്കുകയുണ്ടായി. 16 സുപ്രധാന രേഖകൾ അങ്ങനെ രൂപം കൊണ്ടു. സഭയ്ക്ക് വലിയ സമ്പത്താണ് ഈ പ്രബോധന രേഖകൾ. അതിൽ പ്രമുഖമായ ഒന്നാണ് സഭ ആധുനിക ലോകത്തിൽ. 93 ഖണ്ഡികകളുള്ള ഈ സുപ്രധാന രേഖ നമുക്ക് ഏറ്റവും സഹായകരമായ ഒന്നാണ്. അതിൻ്റെ 22-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് സഭാപിതാക്കന്മാർ: അവതീർണമായ വചനത്തിൻ്റെ രഹസ്യത്തിൽ മാത്രമേ മനുഷ്യരഹസ്യത്തിന് പ്രകാശിതമാകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം. ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നതിനുള്ള ഏക മാതൃക മനുഷ്യാവതാരം ചെയ്ത ദൈവമായ യേശുക്രിസ്തുവാണെന്ന് ആണ് ഈ പ്രബോധനത്തിൽ അടിവരയിട്ട് പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്തായിരുന്നു? ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികമുയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാന രഹസ്യം സ്വയം ശൂന്യമാക്കലാണ്. സ്വയോന്മുഖത വെടിഞ്ഞ് ദൈവോന്മുഖൻ അല്ലെങ്കിൽ പിതാവിലേക്ക് നോക്കുന്നവൻ, അതുപോലെ പരവോന്മുഖൻ. അതാണ് യേശു. കാലിത്തൊഴുത്തിൽ ആരംഭിച്ച അവിടുത്തെ ജീവിതം അന്യൻ്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നതുവരെ നിരന്തരമായ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെതായിരുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും അതിനുശേഷവും വെറും ഒരു സാധാരണ മനുഷ്യനും തെറ്റിദ്ധരിക്കപ്പെട്ടു. അവിടെയെല്ലാം അവിടുന്ന് സ്വയം ശൂന്യനാകി. പരസ്യജീവിതത്തിൽ ദൈവിക മഹത്വം വ്യക്തമായി വെളിപ്പെടുത്തുന്ന വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അനേക തവണ ആവർത്തിച്ചു. ഉദാഹരണത്തിന് ലാസറിനെ ഉയർപ്പിച്ചത്. എന്നിട്ടും ആരും അവിടുത്തെ അർഹമായ ആദരവോ ബഹുമാനമോ സ്നേഹമോ നൽകിയില്ല. പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും സ്വയം ശൂന്യമാക്കൽ അതിൻ്റെ പരമകാഷ്ഠയിലെത്തി. പൗലോസ് അപ്പോസ്തലൻ പറയും പോലെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ അതിന് പകരം കുരിശുമരണത്തോളം അനുസരിച്ചു. അതിൻ്റെ ഫലം എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകപ്പെട്ടു അവിടത്തേക്ക്. മറുവശം നമുക്ക് നോക്കാം. സ്വയം ഉയർത്തിയ മാലാഖവൃന്ദങ്ങൾ 3-2 പേരും പിശാചുക്കളായി മാറി. ആദ്യ മാതാപിതാക്കന്മാരെ പറ്റി
തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 398 ഖണ്ഡികയിൽ പറയുന്നത് അവർ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകി എന്നാണ്. അതിൻ്റെ ഫലം അവർ നിത്യമായി രക്ഷയുടെ ഇടത്തിൽ നിന്ന് പുറത്തായി. സ്വയം ശൂന്യനാക്കിയ ദൈവപുത്രനെ പോലെ സ്വയോന്മുഖത വെടിഞ്ഞ് സ്വയം ശൂന്യമാകുന്ന മനുഷ്യ വ്യക്തികൾ ദൈവത്തോളം ഉയർത്തപ്പെടും. എന്നാൽ സ്വയം ഉയർത്തിയത് മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരെ പോലെ സ്വയം ഉയർത്തുന്ന എല്ലാ മനുഷ്യരും സാത്താനോളം തരം താഴും. ലൂക്കായുടെ സുവിശേഷം 14-ാം വാക്യത്തിൽ ഈശോ ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതെ, സ്വയോന്മുഖനാകാതെ ദൈവോന്മുഖനും പരോന്മുഖനും ആകുവാനാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം യഥാർത്ഥ മഹത്വം ഭൂമിയിലും സ്വർഗത്തിലും ലഭിക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വയോന്മുഖത പലപ്പോഴും ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ 2 പ്രധാന അപ്പസ്തോലന്മാർ യോഹന്നാനും യാക്കോവും കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഞങ്ങൾ അപേക്ഷിക്കുന്നത് എന്തും ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ അപേക്ഷിക്കുന്നത് എന്തും ചെയ്തു തരണം. പലപ്പോഴും ചിലർ പ്രാർത്ഥനയിൽ ഇതേ മനോഭാവമുള്ളവരാണ്. ചിലർ പ്രാർത്ഥന നിർത്തിക്കൊണ്ട് ദൈവത്തോട് പിണങ്ങി ഇങ്ങനെ പറയും, ഞാൻ പ്രാർത്ഥന നിർത്തുകയാണ്, കാരണം ഇതുവരെ ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ച ഒന്നും ദൈവം എനിക്ക് തന്നില്ല. ഈ സ്വയോന്മുഖത ശക്തമായി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് ചിന്തിക്കാനായിട്ട് തോന്നുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? മർക്കോസ് 14:36 നമ്മൾ വായിക്കുകയാണ്. 14:36 പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഏക വ്യവസ്ഥ എന്താണെന്ന് ഈശോ ശിഷ്യന്മാരോട് മത്തായി 16:24 ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തൻ്റെ പിന്നാലെ വരട്ടെ. സ്വയം പരിത്യജിക്കലാണ് അടിസ്ഥാനപരമായ വ്യവസ്ഥ. അത് സംഭവിച്ചു കഴിയുമ്പോൾ കുരിശെടുക്കുക എളുപ്പമാകും. യേശുവിൻ്റെ ശിഷ്യനാകാനുള്ള സുപ്രധാന വ്യവസ്ഥ സ്വയോന്മുഖനാകാതിരിക്കുക, സ്വയം പരിത്യജിക്കുക. യാക്കോബും യോഹന്നാനും യേശുവിനെ സമീപിച്ച് അവർക്ക് ഇടത്തും വലത്തും സ്ഥാനം കൊടുക്കണമെന്ന് നിർബന്ധിക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് അവരുടെ അമർഷം തോന്നിയെന്നും അപ്പോൾ ഈശോ അവരെല്ലാവരെയും ഒരുമിച്ചടുത്ത് വിളിച്ച് ഇപ്രകാരം ഉപദേശിച്ചതായും എഴുതപ്പെട്ടിരിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുക, എല്ലാവരുടെയും ദാസനാകണം. ഈ ഒന്നാമനാകാനുള്ള ആഗ്രഹം നമ്മുടെ രക്തത്തിൽ കിടപ്പുണ്ട്. കുടുംബകലഹത്തിനും സമൂഹത്തിലെ ചേരിതിരിവുകൾക്കും ഭിന്നതയ്ക്കും ശത്രുതയ്ക്കും ലോകമഹായുദ്ധത്തിനും പോലും കാരണമാകുന്നത് ഒന്നാമനാകാനുള്ള തെറ്റായ ആഗ്രഹമാണ്. ഒന്നാമനാകാനുള്ള ആരോഗ്യകരമായ ആഗ്രഹം നല്ലതാണ്. നന്നായിട്ട് പഠിച്ചുയരണം, വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കണം, അതിൽ തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെക്കാളും എനിക്കൊന്നാമനാകണം എന്നുള്ളതിൽ സ്വയം ഉന്മുഖതയുടെ വിഷം ചേർന്ന് കിടപ്പുണ്ട്. ഞാൻ പറയുന്നതാണ് ശരി, എന്നെ എല്ലാവരും അംഗീകരിച്ചോളണം, എൻ്റെ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചോണം, ഞാനാണ് ലീഡർ, മറ്റുള്ളവരിൽ എൻ്റെ കീഴേ ഉള്ളൂ എന്നുള്ള മനോഭാവം. സ്വയോന്മുഖത തിരിച്ചറിയാൻ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മെ വിമർശിക്കുമ്പോൾ, നമ്മെ എതിർക്കുമ്പോൾ, നമ്മെ അംഗീകരിക്കാതെ വരുമ്പോൾ, നമ്മെ മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ, നമ്മെ മറ്റുള്ളവർ തരം താഴ്ത്തുമ്പോൾ, അർഹമായ പ്രാധാന്യം നമുക്ക് നിഷേധിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്? കോപം, അരിശം, ദുഃഖം, നിസ്സഹകരണ മനോഭാവം, ക്ഷമിക്കാൻ പറ്റായ്ക, നിരാശ പോലും. എങ്കിൽ ഉറപ്പാണ് സ്വയോന്മുഖതയുടെ തിന്മ നമ്മളിലുണ്ട്. പുകഴ്ത്തപ്പെടാൻ, പ്രശംസിക്കപ്പെടാൻ, പരിഗണിക്കപ്പെടാൻ, ചെയ്ത ഉപകാരത്തിന് പ്രതിനന്ദി ലഭിക്കാൻ,
സ്ഥാനമാനം ലഭിക്കാനൊക്കെ നമുക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വയോന്മുഖതയുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. ഇന്നത്തെ ധ്യാന വിഷയമായ സ്വയോന്മുഖതയെപ്പറ്റി ഇപ്പോൾ പങ്കുവച്ച ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ മുഖം. ആദ്യ പാപം അവശേഷിപ്പിക്കുന്ന ദുരന്തങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായത് സ്വയോന്മുഖതയാണ്. ദൈവോന്മുഖത അടിസ്ഥാന മനുഷ്യ സ്വഭാവം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യൻ സർവാംഗം ദൈവകേന്ദ്രീകൃതനായിരുന്നു. അവൻ്റെ അസ്തിത്വത്തിൻ്റെ ലക്ഷ്യവും അവൻ്റെ ആരാധനാ വിഷയവും ദൈവമായിരുന്നു. അവൻ്റെ ആനന്ദം ദൈവത്തിലും അവൻ്റെ സായുജ്യം ദൈവകൽപ്പന പാലിക്കുന്നതിലുമായിരുന്നു. തന്മൂലം പതനത്തിന് മുൻപുള്ള ആദ്യ മാതാപിതാക്കന്മാരുടെ ജീവിതം സൗഭാഗ്യത്തിൻ്റെ പരകോടിയായിരുന്നു. ദൈവം ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നതിൻ്റെ ഫലമായി ആദ്യ മാതാപിതാക്കന്മാർക്ക് 4 തരത്തിലുള്ള അതിസ്വാഭാവിക ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് ആന്തരിക സംഘർഷമില്ലാത്ത അവസ്ഥയാണ്. തൽഫലമായി ദുഃഖദുരിതങ്ങൾ അവർക്കുണ്ടാകുമായിരുന്നില്ല. രണ്ടാമത്തേത് മരണമില്ലായ്മയാണ്. ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് മരണമുണ്ടാകുമായിരുന്നില്ല എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധഗ്രന്ഥം 376 രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് പാപച്ചായ്വുകൾ അഥവാ പാപ ആസക്തികൾ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ജഡികാസക്തി, ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി, അഹന്ത എന്നിവ അവർക്കുണ്ടായിരുന്നില്ല. നാലാമത്തേത് നിവേശിത ജ്ഞാനമാണ്. അതായത് ശാശ്വത ആനന്ദത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ ഒട്ടും അജ്ഞരായിരുന്നില്ല. പാപത്തോടെ സ്വയോന്മുഖരായി തീർന്നതിനാൽ ആ നിമിഷം മുതൽ ഇവയെല്ലാം അവർക്ക് നഷ്ടമായി. പാപഫലം സ്വയോന്മുഖത. ആദ്യ പാപത്തിൽ മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുകയും ദൈവത്തിനെതിരായി ദൈവത്തെക്കാൾ ശ്രേഷ്ഠനായി സ്വയം തിരഞ്ഞെടുക്കുകയും ചെയ്തു. കത്തോലിക്കാ സഭയുടെ മതബോധഗ്രന്ഥം 398 ഖണ്ഡിക. നന്മയും തിന്മയും അറിഞ്ഞുകൊണ്ടും തീരുമാനിച്ചുകൊണ്ടും ദൈവത്തെപ്പോലെ ആകാൻ അവൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതാണ് ആദ്യ പാപം. പാപം എന്നത് ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് പോലുമുള്ള ആത്മസ്നേഹമാണെന്നും സ്വയം ഉയർത്തലാണെന്നും 1850 ഖണ്ഡികയിൽ മതബോധഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഈ തലതിരിഞ്ഞ ആത്മസ്നേഹത്തെയാണ് സ്വയോന്മുഖത എന്ന് നാം പറയുന്നത്. സ്വയോന്മുഖതയുടെ ലക്ഷണങ്ങൾ. സ്വയോന്മുഖതയുടെ അന്തസത്ത നന്മയും തിന്മയും സ്വയം നിശ്ചയിക്കലാണ്. അത് ദൈവത്തെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കലാണ്. സ്വയോന്മുഖത വാസ്തവത്തിൽ ദൈവനിഷേധമാണ്, സ്വയം ദൈവമാകലാണ്. നാം പാപം ചെയ്യുമ്പോഴെല്ലാം ഇതാണ് നാം ആവർത്തിക്കുന്നത്. അധികാരമോഹം, പേരിനും പ്രശസ്തിക്കുമുള്ള ആഗ്രഹം, അംഗീകാരത്തിനും പരിഗണനയ്ക്കുമുള്ള ദാഹം, പ്രശംസയ്ക്കും മനുഷ്യപ്രീതിക്കുമുള്ള താല്പര്യം എന്നിവയൊക്കെ സ്വയോന്മുഖതയുടെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. നന്മ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അറിയപ്പെടാനും ശ്രദ്ധിക്കപ്പെടാനുമുള്ള പരോക്ഷമായ ആഗ്രഹവും സ്വയോന്മുഖതയുടെ അടയാളം തന്നെ. ചെയ്ത നന്മയ്ക്ക് കുറ്റപ്പെടുത്തലും വിമർശനവും ലഭിക്കുമ്പോൾ ദുഃഖത്തിൽ ആഴുന്നതിൻ്റെ ഗുപ്തകാരണവും ഇതുതന്നെ. സ്വന്തം ഇഷ്ടം, സ്വന്തം അഭിപ്രായം, സ്വന്തം താല്പര്യം, സ്വന്തം നേട്ടം, സ്വന്തം അഭിരുചി എന്നിവ തിരഞ്ഞെടുപ്പുകളുടെയും പ്രവർത്തനങ്ങളുടെയും മാനദണ്ഡമാക്കുക എന്നതും സ്വയോന്മുഖതയുടെ ലക്ഷണമാണ്. സ്വന്തം വലുപ്പം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്തും സ്വയോന്മുഖതയുടെ പ്രകാശനങ്ങളാണ്. ആവശ്യത്തിലധികം വലുപ്പവും സൗകര്യങ്ങളുമുള്ള ഭവനങ്ങൾ നിർമ്മിക്കുക, വിവാഹം മുതലായ ആഘോഷങ്ങൾ കൊഴിപ്പിക്കാൻ പണം ദൂർത്തടിക്കുക, ദാതാവിൻ്റെ പേര് രേഖപ്പെടുത്തുമെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വലിയ സംഭാവനകൾ ചെയ്യുക മുതലായവയെല്ലാം സ്വയോന്മുഖതയുടെ അടയാളങ്ങളാണ്. ആത്മസംതൃപ്തിക്ക് വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾ, സേവനങ്ങൾ പോലും സ്വയോന്മുഖതയുടെ ബഹിർസ്ഫുരണമാണ്. സ്വയോന്മുഖത നേരിട്ട് പ്രകടമാക്കപ്പെടുന്ന മറ്റു ചില സ്വഭാവ രീതികളുണ്ട്. അവയിലൊന്നാണ് ഫാഷൻ വസ്ത്രധാരണം. അത് ദൈവവചന വിരുദ്ധമാണെന്ന് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. തന്നെ പ്രദർശിപ്പിക്കണമെന്ന് വിനയത്തോടുകൂടെ അല്ലാത്ത ഫാഷൻ വസ്ത്രധാരണത്തിന് പിന്നിലുള്ള ലക്ഷ്യം തന്നെ പ്രദർശിപ്പിക്കലാണ്. വിനയത്തോടുകൂടെ അല്ലാത്ത വസ്ത്രധാരണത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ശരീരത്തിൽ ടാറ്റു ചെയ്യുക,
വളരെ അസാധാരണ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുക, ഹെയർ കളറിംഗ്, നെയിൽ പോളിഷ്, അമിത മേക്കപ്പ്, മൂക്കൂത്തി, സെക്കൻഡ് സ്റ്റഡ് എന്നിവ ധരിക്കുക, സിംഗിൾ ലെഗ് ആംഗ്ലെറ്റ് അണിയുക, പുരുഷന്മാർ കമ്മലോ സ്റ്റഡോ ധരിക്കുക, ടോൺഡ് അഥവാ റിപ്ഡ് ജീൻസ് ധരിക്കുക എന്നീ ആധുനിക ഫാഷൻ സ്വയോന്മുഖതയുടെ പ്രഖ്യാപനങ്ങളാണ്. ശരീരാവയവങ്ങൾ ശ്രദ്ധിക്കും വിധമുള്ള ഇറുകിയ വസ്ത്രങ്ങളും സ്ലീവ്ലെസ് ഓഫ് ഷോൾഡേഴ്സ്, സീ ത്രൂസ് തുടങ്ങിയ വിചിത്ര വസ്ത്രങ്ങളും ധരിക്കുന്നതും തീർച്ചയായും സ്വയോന്മുഖതയുടെ മൂലമാണ്. ജീവിതത്തിൻ്റെ കേന്ദ്രം ദൈവമാക്കിയ ഒരു വ്യക്തിക്ക് തീർത്തും അനുചിതമായ കാര്യങ്ങളാണിവ. സ്വന്തം ആത്മാവിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മയാണ് ശരീരം ആകർഷകമാക്കാനുള്ള അമിത ശ്രദ്ധയുടെ കാരണം. സോഷ്യൽ മീഡിയ വഴി തങ്ങളെ തന്നെ പ്രസിദ്ധമാക്കുന്ന സ്വഭാവമാണ് സ്വയോന്മുഖതയുടെ മറ്റൊരു കാര്യം. ഉദാഹരണത്തിന്, സ്വയം അറിയപ്പെടാനുള്ള നിഗൂഢ ലക്ഷ്യത്തോടെ സ്വന്തം സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രദർശിപ്പിക്കുന്നത്. സ്വയം പ്രസിദ്ധമാക്കുകയാണ് ഇതുവഴി ഒരാൾ ചെയ്യുന്നത്. ആവശ്യ വിവരങ്ങൾ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമുള്ളത് തെറ്റാകുന്നില്ല എന്ന് ഓർത്തിരിക്കാം. എപ്പോഴും ഒന്നാമനാകാനും മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാകാനുമുള്ള നിർബന്ധ ബുദ്ധിയുടെ പിന്നിലുള്ള ലക്ഷ്യം പലപ്പോഴും അറിയപ്പെടാനുള്ള ദുരാഗ്രഹമാണ്. അത് സ്വയോന്മുഖതയുടെ സ്പഷ്ടമായ ലക്ഷണമാണ്. പഠനത്തിലോ വിവിധ കഴിവുകളിലോ ഒന്നാമൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ മറ്റാരെങ്കിലും തന്നെ കവച്ച് വയ്ക്കുമ്പോൾ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് സ്വയോന്മുഖതയുടെ അടയാളമാണ്. ന്യൂ ഏജ് അഥവാ നവയുഗ വിശ്വാസ മതങ്ങൾ സ്വയോന്മുഖതയുടെ തീവ്ര രൂപങ്ങളാണ്. ഈ മതങ്ങളിൽ വ്യാപകമായി കാണുന്ന നിഗൂഢ വിദ്യ ദൈവമെന്ന യാഥാർത്ഥ്യം അവഗണിക്കുന്നു. ദൈവത്തിൻ്റെ വ്യക്തിത്വം തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രാപഞ്ചിക ഊർജമായി മാത്രം കണക്കാക്കപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസ പ്രകാരം മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനും പാപത്താൽ മുറിവേറ്റവനുമാകയാൽ വീണ്ടെടുപ്പ് ആവശ്യമായിരിക്കുന്നവനാണ്. എന്നാൽ നിഗൂഢ വിദ്യയുടെ മിക്ക വക്താക്കളും കരുതുന്നത് മനുഷ്യന് സ്വയം രക്ഷിക്കാൻ കഴിയുമെന്നാണ്. ആ വീക്ഷണപ്രകാരം ആളുകൾക്ക് മാന്ത്രിക ശക്തികൾ നേടാമെന്നോ നിഗൂഢ അരൂപികളെ വശത്താക്കാമെന്നോ അജ്ഞരിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന നിഗൂഢ ജ്ഞാനം ഉപനയിക്കപ്പെട്ടവർക്കുണ്ടാകാമെന്നോ ആളുകൾ കരുതുന്നു. ദൈവികമായതിനെ പിടിച്ചെടുക്കാനോ വശീകരിക്കാനോ ഒരുവൻ്റെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിൻ്റെ മേൽ പ്രയോഗിക്കാനോ ഒരുവന് തന്നെ രക്ഷിക്കാനോ സാധിക്കുമെന്ന അന്ധമായ വിശ്വാസങ്ങളാണ് ന്യൂ ഏജ് മതങ്ങളുടെ തത്വങ്ങൾ. മനുഷ്യൻ തന്നെ തൻ്റെ ഭാഗധേയം, ഭൗതിക വസ്തുക്കൾ, സാഹചര്യം എന്നിവയുടെ മേൽ അധികാരം നേടുമെന്ന് സങ്കല്പിക്കുന്ന നിഗൂഢ വിദ്യ അന്ധവിശ്വാസമോ നിഗൂഢ ജ്ഞാനവാദമോ ആണ്. ഉദാഹരണത്തിന്, പ്രേതസമ്പർക്കത്തിൻ്റെ അക്ഷരപ്പലക ഓജോ ബോർഡ്, ജ്യോതിഷം, കൺകെട്ട്. കത്തോലിക്കാ സഭയുടെ യുവജന മതഗ്രന്ഥം 356 ഖണ്ഡികയിലെ വിവരണമാണ് ഇപ്പോൾ ഉദ്ധരിച്ചത്. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചു ജീവിച്ചും അവിടുത്തെ നിത്യകാലം സേവിച്ചും സ്വർഗാനന്ദം അനുഭവിക്കാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഈ അസ്തിത്വ ലക്ഷ്യം തന്നെ സ്വയോന്മുഖത മൂലം തകർക്കപ്പെടുകയാണ്. അതിനാൽ സ്വയോന്മുഖതയിൽ നിന്ന് നാം മോചിതരാകുന്നില്ലെങ്കിൽ ജീവിതം മുഴുവനും ഒരു പൂർണ്ണ പരാജയമായി തീരുകയും നിത്യശിക്ഷയിൽ പതിക്കുകയും ചെയ്യും എന്നത് നമുക്ക് മറക്കാതിരിക്കാം. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനയിൽ സ്വയോന്മുഖതയിൽ നിന്ന് പൂർണ്ണമായി മോചിതമാകാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം പ്രകടമാണ്. അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: ഈശോനാഥ, അങ്ങേ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കാനുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിൽ എരിയുന്ന സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും ആകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ. സ്വയോന്മുഖത ജയിക്കുക ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ അത്യന്താപേക്ഷിതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:24 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈശോ ഇത് പറയുമ്പോൾ സ്വയോന്മുഖത പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ ആർക്കും ക്രിസ്തു ശിഷ്യനാകാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ്. സ്വയം പരിത്യജിക്കലാണ് സ്വയോന്മുഖത ജയിക്കാനുള്ള പോംവഴി. ഇതൊരു യഥാർത്ഥ രക്തസാക്ഷിത്വമാണ്. വാളാലോ തോക്കാലോ പെട്ടെന്ന് ജീവനൊടുക്കാൻ
സമ്മതമരുളുന്നത് പോലെ തന്നെ സ്വയം ഉപേക്ഷിക്കലാണ് സ്വയം ത്യജിക്കലിൽ അടങ്ങിയിരിക്കുന്നത്. അത് രക്തസാക്ഷിത്വം അനുനിമിഷം ജീവിക്കലാണ്. സ്വയം പൂജിക്കാനുള്ള അടിസ്ഥാന ബലഹീനതയെ വീരോചിതമായി തോൽപ്പിക്കുകയാണ് ഓരോ തവണയും സ്വയം പരിത്യജിക്കുന്നതിലൂടെ നാം സാധിക്കുന്നത്. മരിയൻ പ്രതിഷ്ഠ സ്വയോന്മുഖത നിവാരണ മാർഗം. ആകയാൽ സ്വയോന്മുഖത പരിഹരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി തന്നെ ത്യജിച്ചുകൊണ്ട് ദൈവത്തെ ജീവിതത്തിൻ്റെ സർവസ്വമാക്കുക എന്നതാണ്. ഇതുതന്നെയാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന മരിയൻ പ്രതിഷ്ഠയുടെ കാതലും. കന്യകാമറിയത്തിൻ്റെ കരങ്ങളിലൂടെ യേശുവിന് നമ്മെ തന്നെ സമ്പൂർണ്ണമായി അടിയറ വയ്ക്കലാണത്. സ്വയോന്മുഖതയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി ഈ സ്വയം ഉപേക്ഷിക്കലാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. യഥാർത്ഥ മരിയ ഭക്തി, ട്രൂ ഡിവോഷൻ ടു മേരി എന്ന ഗ്രന്ഥത്തിലെ 123 ഖണ്ഡികയിൽ നിന്നാണ്. മാതാവ് വഴി പൂർണ്ണമായും നാം ക്രിസ്തുവിൻ്റെ സ്വന്തമാകേണ്ടതിന് താഴെ പറയുന്നവ നാം പരിശുദ്ധ അമ്മയ്ക്ക് നൽകണം. 1. ശരീരത്തെ അതിൻ്റെ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ. 2. ആത്മാവും അതിൻ്റെ എല്ലാ ശക്തികളും. 3. നമുക്കിപ്പോഴുള്ളവയും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നവയുമായ ബാഹ്യമായ എല്ലാ നന്മകളും സമ്പന്നതകളും. 4. നമ്മുടെ പുണ്യങ്ങളും യോഗ്യതകളുമാകുന്ന ആത്മീയവും ആന്തരികവുമായ സമ്പത്തും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യാൻ പോകുന്നതുമായ എല്ലാ സൽപ്രവർത്തികളും. സന്യാസ വ്രതവാഗ്ദാനത്തിൽ പോലും സൽപ്രവർത്തികൾ യഥേഷ്ടം വിതരണം ചെയ്യാനുള്ള അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും നാം ദൈവത്തിന് നൽകുന്നില്ല. ഒരു ക്രിസ്ത്യാനി ഏറ്റവും അമൂല്യവും പ്രിയങ്കരവുമായി കരുതുന്ന തൻ്റെ പുണ്യയോഗ്യതാ ഫലവും പരിഹാര ഫലവും അവർ സമർപ്പിക്കുന്നില്ല. എന്നാൽ മരിയൻ പ്രതിഷ്ഠ വഴി അവയുടെ മേലുള്ള അവകാശം കൂടെ നാം ഉപേക്ഷിക്കുന്നു. ബൈബിൾ വായന. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ യേശു അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. പ്രാർത്ഥന. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിക്കുകയും കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തുകയും ചെയ്ത കർത്താവായ യേശുവേ, എന്നെ തന്നെ ജീവിത കേന്ദ്രമാക്കുന്ന സ്വയോന്മുഖതയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമേ. നന്മയും തിന്മയും സ്വയം തീരുമാനിക്കാനും ദൈവത്തെ നിന്ദിച്ചു കൊണ്ടുപോലുമുള്ള ആത്മസ്നേഹത്തിൽ നിബദിക്കാനും എനിക്കിടയാകരുതേ. അധികാരമോഹം, പ്രശസ്തിക്കുള്ള ആഗ്രഹം, അംഗീകാരത്തിനും പരിഗണനയ്ക്കുമുള്ള ദാഹം എന്നീ സ്വയോന്മുഖ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ താല്പര്യങ്ങൾക്കുപരി ദൈവമഹത്വം മുഖ്യ ലക്ഷ്യമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഇഷ്ടമല്ല അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശുവേ, അങ്ങയുടെ ഈ മനോഭാവത്തിലേക്ക് എന്നെ വളർത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, നിന്നെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി നൽകിയതുപോലെ എന്നെയും ദൈവത്തിന് നൽകുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സൽകൃത്യം. ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തികളും ദൈവമഹത്വത്തിന് എന്ന് പ്രത്യേക നിയോഗം വെച്ച് ചെയ്യുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക. നിന്റെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ നീ നിറയ്ക്കുക, നിന്റെ സ്നേഹാഗ്നിയാൽ അവരെ ജ്വലിപ്പിക്കുകയും ചെയ്യുക. സർവേശ്വര, നിന്റെ അരൂപി അയയ്ക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാവുകയും ചെയ്യും. പരിശുദ്ധാരൂപിയുടെ വെളിവാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിച്ച സർവേശ്വര, ഈ അരൂപിയുടെ സഹായത്താൽ ചൊവ്വുള്ളവ ഗ്രഹിക്കാനും അവിടുത്തെ ആശ്വാസത്തിൽ നിത്യം ആനന്ദിക്കാനും കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ,
ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിവൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടല തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പരിശുദ്ധ ദൈവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ,
കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തതയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിറബലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വൃഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലിഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരൂപതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതാവേ സ്വസ്തി, കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വായുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെ ഉണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകയെ, ദയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതയെ ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാദങ്ങളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ.